ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് കുറച്ച് മെറ്റീരിയൽസ് ആണ്. ആ മെറ്റീരിയൽസിൽ നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്സിനുള്ള മെറ്റീരിയൽസ് ആണ്. അതായത് സിൽക്കി ചെക്കോട്ടയാണ് ഈ ഒരു മെറ്റീരിയൽ. ഈ ഒരു മെറ്റീരിയൽ മസ്റ്റാർഡ് യെല്ലോ, നല്ല ബ്രൈറ്റ് കളറ്, ഏതൊരു കളർ ടോണുള്ള ആൾക്കാർക്കും ചേരുന്ന ഒരു കളറാണ് മസ്റ്റാർഡ് യെല്ലോ. അപ്പം ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ, ലൈറ്റ് പീച്ച്, അതൊക്കെ ഇച്ചിരി ഡാർക്ക് ടോണുള്ള ആൾക്കാർക്കും ചേരുന്ന ഒരു കളറാണ്. അപ്പം ഈ മസ്റ്റാർഡ് യെല്ലോ കളറിൽ ഇതുപോലെ എംബ്രോയ്ഡറി നമ്മൾ ചെസ്റ്റ് ഇവിടെ കഴുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഡിസൈനിങ് വരുന്നത്. അപ്പം താഴത്തുനിന്ന് കഴുത്തിൻ്റെ അവിടം വരെ ഇതുപോലൊരു ഡിസൈനിങ് ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഹെയർ ആൻഡ് ബോൺ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ആങ്കർ ത്രെഡ് യൂസ് ചെയ്ത്, കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്തിട്ട് ഹെയർ ആൻഡ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സും ലീവ്സും തയ്ച്ചിരിക്കുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെയാണ് പാറ്റേൺ. സ്ലീവിലൊന്നും ഡിസൈനില്ല. ഇത്ര ഒരു പാറ്റേൺ 2.5 മീറ്റർ മെറ്റീരിയൽ. ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് 475 റുപ്പീസ് ആണ് ഇതിൻ്റെ റേറ്റ്. 2.5 മീറ്ററിൽ ഇതുവരെ എംബ്രോയ്ഡറി, ഇത് ഒരു പാറ്റേൺ ആണ്. ഇതുപോലെ പല ഡിസൈൻസും മിനിമം വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇത് വേറൊരു മെറ്റീരിയലാണ്, ഇത് വർക്കാണ്. ഇതും ഇതുപോലെ തന്നെ ഈ സെയിം റേഞ്ചിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സിൽക്കി ചെക്ക് കോട്ട മെറ്റീരിയലാണ്. ചെക്കായിട്ടുള്ള കോട്ട മെറ്റീരിയലാണ്. പക്ഷെ പോളിസ്റ്റർ മിക്സ്, കോട്ടൺ ചെക്ക് കോട്ടയല്ല, ഒരു പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, കോട്ട മെറ്റീരിയലാണ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, പോകും എന്ന് എടുത്ത് പേടിക്കേണ്ട. അത് എത്ര ലൈനിങ് ഇട്ട് തയ്ക്കാം. ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ്. ഇതാണ് അതിൻ്റെ ട്രാൻസ്പെറൻസി വരുന്നത്. ഇങ്ങനെ ലൈറ്റ് ട്രാൻസ്പെറൻറ്റ് ആണ്. അപ്പോൾ ലൈനിങ് ഇട്ട് വേണം തയ്ക്കാൻ. അതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ബോട്ടം എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റിൽ എംബ്രോയ്ഡറി പാറ്റേൺസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇതിൻ്റെ കളർ ഷീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് മസ്റ്റാർഡ് യെല്ലോ, നേവി ബ്ലൂ, പിന്നെ വൈറ്റ്, റെഡ്, പിന്നെ സീ ഗ്രീൻ. ഇതൊക്കെയാണ് നമ്മുടെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ റേറ്റ് ബിലോ 500 അല്ലെങ്കിൽ 500 ആ ഒരു റേഞ്ചിൽ, 500 ബിലോ, ഇതാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. അത്യാവശ്യം വർക്കും ഉണ്ടാകും. ചില യോക്കിൻ്റെ പോർഷനിലായിരിക്കും, ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ കാണുന്ന പോർഷനിലായിരിക്കും വർക്ക്. അതെല്ലാം നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ സ്ലീവിൽ കുറച്ച് വർക്ക് വേണമെന്ന് കുറച്ച് റേഞ്ചിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എംബ്രോയ്ഡറി ടോപ്പ് മെറ്റീരിയൽസ് വേണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ. ഇതൊരു മെറ്റീരിയൽ. ഇനി വരുന്നത് നമുക്ക് വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ ഇതുപോലെ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും. വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ഈ ഒരു ബഡ്ജറ്റിൽ വരുമ്പം ഒരു 550 വരെ വരും. എന്ന് വെച്ചാൽ വിത്ത് ഷോളായിരിക്കും വരുന്നത്. ടോപ്പ് ആൻഡ് ഷോള് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. 550 ഒക്കെ ആയിരിക്കും റേഞ്ച് വരുന്നത്. പിന്നെ റോ കോട്ടൺ, സ്ലബ് കോട്ടൺ അല്ലെങ്കിൽ റോ കോട്ടൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു പീച്ചിഷ് ഷെയ്ഡാണ്, പിങ്കിഷ് പീച്ച് കളർ എന്ന് പറയാം. ഒരു പിങ്കും അല്ല പീച്ചും അല്ല, അതൊരു കളറിലാണ് ഇത് വരുന്നത്. ഇത് നിങ്ങൾക്ക് വീഡിയോയിലൊരു ഡാർക്ക് ഷെയ്ഡ് പോലെ എന്ന് വെച്ചാൽ റെഡ് പോലെ തോന്നുന്നു, പക്ഷെ റെഡ് അല്ല ആക്ച്വൽ കളറ്. അതൊരു ഡാർക്ക് പീച്ചും ഒരു പിങ്കിൻ്റെയും കൂടെ ഒരു കളറാണിത്. ഈ ഒരു മെറ്റീരിയൽ, ഇതിൻ്റെ അകത്ത് എനിക്ക് 2 മെറ്റീരിയലാണ്. വേറെ കളർ ഷെയ്ഡ്സ് ഉണ്ട്. ഇപ്പം നിലവിൽ എൻ്റെ കയ്യിൽ ഈ 2 മെറ്റീരിയലേ ഉള്ളൂ. സീ ബ്ലൂവും അതുപോലെ തന്നെ ടർക്കോയ്സ്, സീ ബ്ലൂ അല്ല ടർക്കോയ്സ് ബ്ലൂവും ഈ ഒരു ഷെയ്ഡുമാണ് ഇതുള്ളത്. ഇതിൻ്റെ അകത്ത് നമുക്ക് സാരി, ഇതിപ്പോൾ 6.5 മീറ്ററിൻ്റെയാണ്. അപ്പോൾ സാരിയെങ്കിൽ സാരി, അതല്ല ഇനിയിപ്പോൾ ടോപ്പ് മെറ്റീരിയലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഞാൻ. പിന്നെ ഓർഗൻസ മെറ്റീരിയൽ, ഇതിന് കുറച്ചും കൂടെ ബഡ്ജറ്റ് കൂടും കേട്ടോ. ഒരു 600 റേഞ്ചിലോട്ട് വരും ഈ ഒരു മെറ്റീരിയലിന് വർക്ക് ചെയ്ത് വരുമ്പോൾ. എന്നുവെച്ചാൽ മെറ്റീരിയൽ കോസ്റ്റ് കൂടുതലായതുകൊണ്ടാണ്. സ്ലബ് കോട്ടണിന് കുറച്ചും കൂടെ റേറ്റ് കൂടും. പിന്നെ അതുപോലെ തന്നെ ഓർഗൻസ മെറ്റീരിയൽ വിചിത്ര സിൽക്ക് ഒരു 550 നിൽക്കും. അപ്പോൾ ടോപ്പും ഷോളും വരും. ഇത് സ്ലബ് കോട്ടനും അതുപോലെ തന്നെ മറ്റേ ഓർഗൻസി ആണെങ്കിലും ഒരു 600+ ആയിരിക്കും റേഞ്ച് വരുന്നത്. ടോപ്പ് മെറ്റീരിയൽ മിനിമം എംബ്രോയ്ഡറി ചെയ്ത് വരുമ്പം. അപ്പോൾ ടോപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഷോൾ ഉണ്ടാവത്തില്ല. ഇതാണെങ്കിൽ 475 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്. 475 മുതൽ നമുക്ക് എന്തോരം വർക്കിൻ്റെ ഇതനുസരിച്ച് കൂടും. എന്നാലും അത്യാവശ്യം നല്ല ഇത്രയൊക്കെ വർക്കുള്ള ടോപ്പിന് 475 റുപ്പീസേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കണ്ട വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഇത് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്.
ഇതുപോലത്തെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡെയിലി വെയറിന് പറ്റിയ മെറ്റീരിയലുമാണ്. അധികം പൈസ ആവാറുണ്ട്. നിങ്ങൾക്ക് ഹാൻഡ് എംബ്രോയിഡറി ടോപ്പ് മെറ്റീരിയൽസ് വേണമെങ്കിൽ കിട്ടുന്നതാണ് എന്ന് പറയാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.